ഇന്നലെ നമ്മൾ എന്ത് വരെ നോക്കി? നമ്മളെ റേഷ്യോ വരെയുള്ള കാര്യങ്ങളെല്ലാം ഇന്നലത്തെ ചെയ്തപ്പോൾ കൂടെ എല്ലാം നോക്കിക്കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നതാണ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ആസ് പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യുമ്പോഴും ഡിക്രീസ് ചെയ്യുമ്പോഴും എങ്ങനെ വരും. അതായത് പെർസെൻറ്റേജ് ഇൻക്രീസും പെർസെൻറ്റേജ് ഡിക്രീസുമാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഈ പെർസെൻറ്റേജ് ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ നമ്മളാണെങ്കിൽ നേരത്തെ കണ്ടുപിടിച്ചത് എങ്ങനെയാണ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കണമെന്നാണ് ഇതുവരെ നോക്കിയത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സാധനത്തിൻ്റെ ഒരു സാ ഐ മീൻ ഒന്നിൻ്റെ വാല്യൂ, ഒരു വാല്യൂ കാണും. അതിൽ നിന്ന് അതിൻ്റെ വാല്യൂ എന്ത് ചെയ്യുക, ഒന്നി കൂടുകയോ അല്ലെങ്കിൽ കുറയുകയോ ചെയ്യും. ഈ കൂടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇൻക്രീസ് കിട്ടും. അപ്പോൾ അത് എത്രത്തോളം ഇൻക്രീസ് ചെയ്തെന്നാണ് നമുക്ക് ആ ഇൻക്രീസ് വഴി, അതായത് വലുതിൽ നിന്ന് ആദ്യം ഉണ്ടായിരുന്നതിന് പുതിയത് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? എത്രത്തോളം കൂടി എന്നുള്ളത് കിട്ടും. ഇനി കുറയുകയാണെങ്കിൽ ആദ്യം ഉള്ളതെന്ന് ഇപ്പോൾ ഉള്ളത് കുറച്ചാൽ നമുക്ക് എത്രത്തോളം കുറഞ്ഞെന്ന് കിട്ടും. അപ്പോൾ നമ്മളിത് പറഞ്ഞു, ഈ പെർസെൻറ്റേജ് എന്തിനാ കാണിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. എന്തിനാ? കമ്പയർ ചെയ്യാനാണ് ഈ പെർസെൻറ്റേജ് ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഇത് എത്രത്തോളം കൂടി അല്ലെങ്കിൽ ഇത് എത്ര ശതമാനം കൂടി എന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യുന്നത്. അതായത് ഒന്നിൻ്റെ വിലയാണെങ്കിൽ വിലയായിരിക്കാം ചിലപ്പോൾ അതിൻ്റെ വില ഇപ്പം ഒരു 10 രൂപയുടെ സാധനം 20 രൂപയായി. അപ്പം അത് എത്ര ശതമാനം കൂടിയെന്ന് കണ്ടുപിടിക്കണം. അങ്ങനെയൊക്കെ ക്വസ്റ്റ്യനിൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ പെർസെൻറ്റേജ് ഇൻക്രീസ് ഓർ പെർസെൻറ്റേജ് ഡിക്രീസ് ഉപയോഗിക്കുന്നത്. ഇത് ചെയ്യാനുള്ള ബേസിക് ഫോർമുലയാണ് ഇതാ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. പെർസെൻറ്റേജ് ഇൻക്രീസ് ഈക്വൽ ടു എമൗണ്ട് ഓഫ് ചേഞ്ച്. അതായത് എത്ര രൂപയാണോ ചേഞ്ച് ആയത്. അതായത് ആദ്യം 100 രൂപ ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് 110 രൂപയായി. ആദ്യം 100 രൂപ ഉണ്ടായിരുന്നത് 100 രൂപ ഉണ്ടായിരുന്നു, പിന്നെ അതെന്തായി? 110 രൂപയായി മാറി. അപ്പോൾ ഇവിടുത്തെ ചേഞ്ച് എന്താണ്? 110 മൈനസ് 100 ഇവിടുത്തെ ചേഞ്ച്. എത്ര വരും? 10. ഈ എമൗണ്ട് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇപ്പം എന്ത് മാറ്റമാണ് ഉണ്ടായത്? ഇപ്പം ചിലപ്പോൾ ആദ്യം 100 ഉണ്ടായിരിക്കും, ഇപ്പം എന്തായി? 90 കാണും. അപ്പോൾ ഇവിടെ എത്രയാണ് മാറ്റം വന്നത്? 100 മൈനസ് 90 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 10 കിട്ടും. അതേപോലെ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. ആദ്യം ഉണ്ടായിരുന്ന വിലയാണ് കൂടുതലെങ്കിൽ പെർസെൻറ്റേജ് എന്തായിരിക്കും? ആദ്യം ഉണ്ടായിരുന്ന വില കൂടുതലും രണ്ടാമതുള്ള വില കുറവുമാണെങ്കിൽ നമുക്ക് അവിടെ എന്താണ് പറഞ്ഞത്? ഡിക്രീസ് ആണ് പറഞ്ഞത്. ആദ്യമുള്ള വില കുറവും രണ്ടാമതുള്ള വിലയാണ് കൂടുതലെങ്കിൽ അവിടെ എന്ത് വരും? ഇൻക്രീസ് വരും. ഇൻക്രീസ് ആയാലെങ്കിൽ പെർസെൻറ്റേജ് ഇൻക്രീസ് എന്ന് പറയാം, ഡിക്രീസ് ആണെങ്കിൽ പെർസെൻറ്റേജ് ഡിക്രീസ് എന്ന് പറയാം. അത്രേ ഉള്ളൂ വ്യത്യാസം. പെർസെൻറ്റേജ് ഇൻക്രീസും ഡിക്രീസും ഒക്കെ ചെയ്യുന്നത് ഒരേപോലെ തന്നെ. എത്രയാണോ ചേഞ്ച് ഉണ്ടായത്, അത് പോസിറ്റീവ് ചേഞ്ച് ആണെങ്കിൽ ഇൻക്രീസും നെഗറ്റീവ് ചേഞ്ച് ആണെങ്കിൽ ഡിക്രീസും എന്നും വരും. അപ്പോൾ അതേ ബൈ ഒറിജിനൽ എമൗണ്ട്, ആദ്യം എത്ര നമ്മളെ കയ്യിലുണ്ടായിരുന്നു ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പെർസെൻറ്റേജ് ഇൻക്രീസ് കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഒരു കണക്കും കൂടെ നോക്കാം. ഇതിൻ്റെ ഒരു കണക്കെന്ന് പറയുമ്പോൾ അല്ല ഇതിൻ്റെ ഒരു കണക്കെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഞാനാണെങ്കിൽ ഇപ്പം എൻ്റെ കയ്യിൽ ആദ്യം ഒരു 100 രൂപ ഉണ്ടായിരുന്നു, അത് എത്ര രൂപയായി മാറി? 110 രൂപയായിട്ട് മാറി. എങ്കിൽ എൻ്റെ രൂപ എത്ര ശതമാനം ഇൻക്രീസ് ചെയ്തു എന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. എങ്കിൽ എന്ത് ചെയ്യും? 110 മൈനസ് 100 ബൈ 100. ആദ്യം ഉണ്ടായിരുന്ന വില എത്രയാണ്? 100 ഇൻറ്റു 100. ഇത് നമ്മൾ ക്യാൻസലായി പോയിട്ട് എത്ര കിട്ടി? 10% എന്ന് കിട്ടി. അപ്പം ഈ 100ൻ്റെ 10% ആണ് ഇപ്പം എന്ത് ചെയ്തത്? ഇൻക്രീസ് ചെയ്തത് എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. അതേപോലെ ഇനി ഒരു ഡിക്രീസിൻ്റെ കണക്കും കൂടെ നോക്കാം നമുക്ക്. ഞാനിവിടെ 100 വെച്ച് എടുക്കുന്നത്, 100 വെച്ച് ചെയ്യുമ്പോൾ ചെയ്യാൻ എളുപ്പത്തിലാണ്. ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാം. അപ്പം ഡിക്രീസ് അങ്ങനെ കാണിച്ചു തരാം. ഡിക്രീസ് എന്ന് പറഞ്ഞാൽ ആദ്യം എൻ്റെ കയ്യിൽ ഒരു 120 രൂപ ഉണ്ടായിരുന്നു, ഇപ്പം അത് 100 രൂപയായി. 120 രൂപ ഉണ്ടായിരുന്നത് എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പം എത്ര രൂപയായി? 20 രൂപ കളഞ്ഞു പോയി, 100 രൂപയായി. അപ്പം എൻ്റെ കയ്യിൽ നിന്ന് എത്ര ശതമാനം രൂപയാണ് ആദ്യം ഉണ്ടായിരുന്നതെന്ന് കളഞ്ഞു പോയതെന്നാണ് നോക്കുന്നത്. അപ്പം ഇവിടെ വലുത് ഏതാണ്? 120. അപ്പം തന്നെ നമുക്ക് അവിടെ നിന്ന് മനസ്സിലായി എന്താണ് അവിടെ? ഡിക്രീസ് ആണ്. എൻ്റെ കയ്യിലിരുന്ന പൈസ കുറയാണ് ചെയ്തത്. ഇനി എത്ര ശതമാനം കുറഞ്ഞു എന്ന് അങ്ങനെ കണ്ടുപിടിക്കും? 120 മൈനസ് 100 ബൈ 120 ഇൻറ്റു 100 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു പൂജ്യം പോകും. ഇവിടെ നിന്ന് എത്രയാവും? ഇത് ക്യാൻസൽ, ഇത് വെട്ടിപ്പോയിട്ട് 20 ആവും. 20 നിന്നും അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 12ഉം 20ഉം തമ്മിൽ ക്യാൻസൽ ചെയ്താൽ ഇവിടെ എത്ര കിട്ടും? 6 എന്ന് കിട്ടും. അപ്പം 100/6 എന്നായിരിക്കും നമുക്ക് കിട്ടുന്ന ഉത്തരം. 100/6 എത്രയാണോ അത്രയും പെർസെൻറ്റേജ് എന്ന് വരും. അല്ലെങ്കിൽ ഇതിനെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആദ്യം എത്ര കിട്ടും? 1 കിട്ടും, ബാക്കി 4 കിട്ടും,
40 എത്ര വശം 6 വശം 16 പോയിന്റ് എത്ര എന്നെങ്കിലും ആയിരിക്കും ഉത്തരം കിട്ടുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, ഇപ്പം എത്രയാണോ ചേഞ്ച് ഉണ്ടാകുന്നത് അത് നോക്കുക. അപ്പം ആദ്യത്തെ വാല്യൂ ആണ് വലുതെങ്കിൽ അവിടെ ഡിക്രീസ് ആയിരിക്കും, രണ്ടാമത്തെ വാല്യൂ ആണ് വലുതെങ്കിൽ അവിടെ എന്തായാലും ഇൻക്രീസ് ആയിരിക്കും. എന്നിട്ട് അതിൻ്റെ ചേഞ്ച് അത് രണ്ടും കൂടെ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുമ്പോൾ നമുക്ക് അവിടുത്തെ ചേഞ്ച് ഓഫ് എമൗണ്ട് കിട്ടും ബൈ ഒറിജിനൽ എമൗണ്ട്. ആദ്യം എത്രയാണോ ഉണ്ടായിരുന്നത് ആ എമൗണ്ട് ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും, പെർസെൻറ്റേജ് ഇൻക്രീസ് ആണോ പെർസെൻറ്റേജ് ഡിക്രീസ് ആണോ എന്നുള്ളത് കിട്ടും. ഇനി അടുത്ത് നമ്മൾ നോക്കാനുള്ളത് പ്രൈസ് റിലേറ്റഡ് ടു ഐറ്റം. അപ്പം ഇതിൽ ആദ്യമേ അറിയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത് ഇനി അങ്ങോട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലായാലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്യാണ്, ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഷർട്ട് വിൽക്കുന്ന ഒരു ഷോപ്പുണ്ട്. ഇത് ഷർട്ട് വിൽക്കുന്ന ഒരു ഷോപ്പാണെന്ന് വെച്ചോ. അപ്പം ഈ ഷോപ്പ് ഷർട്ട് വിൽക്കുന്ന ഷോപ്പാണ്. അപ്പം ഈ ഷോപ്പിൻ്റെ എൻ്റെ കയ്യിൽ കുറേ ഷർട്ടുണ്ട്. അപ്പം ആ ഷർട്ട് ഞാൻ ഉണ്ടാക്കുന്ന ഷർട്ടല്ല, അല്ലെങ്കിൽ ഇതിപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഷർട്ടാവാം, അല്ലെങ്കിൽ ഞാൻ വേറെ ആരെങ്കിലും ഉണ്ടാക്കുന്ന ആളെ നിന്ന് വാങ്ങിച്ച ഷർട്ടാവാം. അപ്പം ഞാനൊരു കടക്കാരനാണ്. അപ്പം എനിക്ക് ഈ ഷർട്ട് എത്ര രൂപയ്ക്കാണ് കിട്ടുന്നത്, എനിക്കൊരു 100 രൂപയ്ക്കായിരിക്കും കിട്ടുന്നതെന്ന് വെച്ചോ. അപ്പോൾ ഈ 100 രൂപയ്ക്കാണ് കിട്ടുന്നതെങ്കിൽ എനിക്ക് ഷർട്ട് 100 രൂപയ്ക്കാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഞാൻ ഈ ഷർട്ട് എനിക്ക് ഷർട്ട് ഉണ്ടാക്കി എടുക്കുമ്പോൾ 100 രൂപ ആവും എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കോസ്റ്റ് പ്രൈസ്. എനിക്ക് എത്ര രൂപയാണോ ഈ ഷർട്ട് ഉണ്ടാക്കാൻ എടുക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എത്ര രൂപയ്ക്കാണോ ഈ ഷർട്ട് ഒരാളെ നിന്ന് വാങ്ങിച്ചത്, ആ പ്രൈസിനെ പറയുന്ന പേരാണ് കോസ്റ്റ് പ്രൈസ്. ഇനി അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ 100 രൂപയ്ക്ക് ഷർട്ട് വാങ്ങിച്ചു, എന്നിട്ട് ഞാനിത് എത്ര രൂപയ്ക്കാണോ വേറൊരാൾക്ക് വിൽക്കുന്നത്, അപ്പോൾ അവിടെ വരുന്നതാണ് സെല്ലിംഗ് പ്രൈസ്. അതായത് ആദ്യം ഞാൻ എൻ്റെ കയ്യിൽ ഒരു ഷർട്ട് കിട്ടി, അപ്പം ഞാൻ ഇതൊരു 100 രൂപ കൊടുത്തായിരിക്കും ഒരാളെ നിന്ന് വാങ്ങിച്ചത്. എന്നിട്ട് ഞാനൊരു പൈസ കൊടുത്ത് ഇത് വേറെ കൂടിയ പൈസയ്ക്കോ പുറത്തെ പൈസയ്ക്കോ ഞാനിത് വേറെ ഒരാൾക്ക് സെയിൽ ചെയ്യും, അപ്പം കിട്ടുന്നതാണ് സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും എന്താണെന്ന് നമുക്ക് കറക്റ്റ് ആദ്യം അറിയണം. കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഷർട്ട് എത്ര രൂപയ്ക്കാണോ ഉണ്ടാക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ വാങ്ങിക്കാൻ പറ്റുന്നത്, ഇതിനെ പറയുന്ന പേരാണ് കോസ്റ്റ് പ്രൈസ്, ഞാൻ ചിലവാക്കിയ പൈസ. ഇനി അടുത്തുള്ളതാണ് സെല്ലിംഗ് പ്രൈസ്, എനിക്ക് കിട്ടിയ പൈസ, ഞാനൊരു സാധനം വിറ്റപ്പോൾ എനിക്ക് കിട്ടിയ പൈസയാണ് സെല്ലിംഗ് പ്രൈസ്. അപ്പം ഇത് രണ്ടും അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് അടുത്തുള്ള പ്രോഫിറ്റും ലോസും പഠിക്കാൻ പറ്റത്തുള്ളൂ. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അടുത്ത് പ്രോഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, പ്രോഫിറ്റ് എന്താണെന്നാണ് അടുത്ത് പഠിക്കാനുള്ളത്. അതിൽ തന്നെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല. ഇപ്പം ഞാനൊരു സാധനം 100 രൂപയ്ക്ക് വാങ്ങിച്ചു, എൻ്റെ കോസ്റ്റ് പ്രൈസ് എത്രയാണ്, 100 രൂപയാണ്. ഇനി ഞാനിതെൻ്റെ കടയിൽ കൊണ്ടുവന്നു, എനിക്കൊരു കടയുണ്ട്, ഞാനിതെൻ്റെ കടയിൽ കൊണ്ടുവന്ന് വിൽക്കാനിടുവാണ്. ഇതാണ് എൻ്റെ കട. ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, എൻ്റെ ഷർട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഞാനത് കൊണ്ട് വിൽക്കാനിടുവാണ്. അപ്പം ഞാൻ അതിൻ്റെ എത്ര രൂപ ഇടും, ഞാനിതിപ്പം വേറെ എവിടെയെങ്കിലും ദൂരമുള്ള ഒരു സ്ഥലത്തുനിന്നായിരിക്കും ഞാൻ ഈ സാധനം എൻ്റെ ഷോപ്പിലോട്ട് കൊണ്ടുവന്നത്. ഇവിടെ നിന്ന് എനിക്ക് കിട്ടിയ പൈസയായിരിക്കും 100 രൂപ. അതായത് ഇവിടെ നിന്ന് ഞാൻ വാങ്ങിച്ച പൈസയാണ് 100 രൂപ. ഞാൻ 100 രൂപ മുടക്കിയാണ് എന്ത് ചെയ്തത്, ഈ ഷർട്ട് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നത്. ഇനി ഞാനിതിപ്പം വേറൊരാൾക്ക് കൊടുക്കുവാണ്, അപ്പോൾ എൻ്റെ അവിടുത്തെ സെല്ലിംഗ് പ്രൈസ് ഞാനിതൊരു 110 രൂപ ഇട്ട്, അല്ലെങ്കിൽ ഞാനിത് എത്ര രൂപയ്ക്ക് കൊടുത്താൽ എനിക്ക് ലാഭം കിട്ടും. ഈ പ്രോഫിറ്റിൻ്റെ അർത്ഥം തന്നെ ലാഭം എന്നാണ്. എന്ന് പറഞ്ഞാൽ ഞാനിപ്പം 100 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ച് ഞാൻ അതിനെ 100 രൂപയ്ക്ക് തന്നെ വിറ്റാൽ, ഞാൻ സെല്ലിംഗ് പ്രൈസ് 100 തന്നെ ഇട്ട് വിറ്റാൽ എനിക്ക് എന്ത് ചെയ്യത്തില്ല, ലാഭവുമില്ല നഷ്ടവുമില്ല. എനിക്കവിടെ ഇതിൽ നിന്നൊന്നും കിട്ടൂല. ഞാനിവിടെ ഇയാളെ 100 രൂപയ്ക്ക് വാങ്ങിച്ച് എൻ്റെ കടയിൽ കൊണ്ട് 100 രൂപയ്ക്ക് ഇട്ടാൽ എനിക്ക് ആ പോയിട്ട് വന്ന പൈസയും എൻ്റെ ടൈമും എല്ലാം നഷ്ടം മാത്രമേ ഉള്ളൂ. അല്ല, പൈസയുടെ നഷ്ടം വലുതായിട്ട് വരില്ലെങ്കിലും എൻ്റെ ടൈമൊക്കെ നഷ്ടപ്പെടുമല്ലോ. അപ്പം അങ്ങനെ നമുക്ക് വിറ്റാൽ നമുക്ക് അവിടെ എന്തേ വരത്തുള്ളൂ, എനിക്കവിടെ ലാഭവുമില്ല നഷ്ടവുമില്ല. അപ്പം ഇവിടെ ലാഭം എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ 100 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് അത് 100-നേക്കാളും എത്രയെങ്കിലും കൂടിയ വിലയ്ക്കാണ് വിൽക്കുന്നതെങ്കിൽ എനിക്കവിടെ എന്ത് വരും, ലാഭം വരും. ഞാനിപ്പോൾ അത് 100 രൂപയ്ക്ക് വാങ്ങിച്ച് 101 രൂപയ്ക്കാണ് വിറ്റതെങ്കിൽ എനിക്കവിടെ എത്ര രൂപ ലാഭം വരും, 1 രൂപ ലാഭം വരും. ഇനി ഞാനതൊരു 110 രൂപയ്ക്കാണ് വിറ്റെങ്കിൽ എനിക്ക് അവിടെ എത്ര രൂപ ലാഭം വരും, 10 രൂപ ലാഭം വരും. ഇതാണ് പ്രോഫിറ്റ്.
പ്രോഫിറ്റ് എന്ന് പറയണത് വേറൊന്നുമില്ല, നമ്മളെ സെല്ലിംഗ് പ്രൈസിൽ നിന്ന് നമ്മൾ എത്ര രൂപയ്ക്കാണോ വിറ്റത്, സെല്ലിംഗ് പ്രൈസിൽ നിന്ന് കോസ്റ്റ് പ്രൈസ് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. ഞാൻ വിറ്റ വിലയിൽ നിന്ന് ഞാൻ വാങ്ങിയ വില കുറച്ചാൽ എനിക്ക് അവിടെ കിട്ടുന്നതാണ് പ്രോഫിറ്റ്. അപ്പോൾ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ, വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുന്നതാണ് ബേസിക്കലി. എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ആവണമെങ്കിൽ ഞാൻ ആ കടയിൽ നിന്ന് എനിക്ക് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ അവിടെ സെല്ലിംഗ് പ്രൈസ് ആയിരിക്കും എന്ത് കൂടുതൽ. എനിക്ക് അതേപോലെ ലോസ് ആവുന്ന സാഹചര്യങ്ങളിൽ അവിടെ കൂടുതൽ എന്തായിരിക്കും? കോസ്റ്റ് പ്രൈസിൽ നിന്നാണ് നമ്മൾ സെല്ലിംഗ് പ്രൈസ് കുറയ്ക്കുന്നത്. ഈ ലോസ് എന്ന് പറഞ്ഞാൽ നഷ്ടമാണ്. ഇപ്പം ഞാനൊരു സാധനം 100 രൂപയ്ക്ക് വാങ്ങിച്ച്, ഞാൻ എൻ്റെ കടയിൽ എന്നിട്ട് ഞാൻ അതിന് 80 രൂപയ്ക്കാണ് വിൽക്കുന്നത്, 80 രൂപയ്ക്കാണ് ഞാൻ വേറൊരാൾക്ക് കൊടുക്കുന്നത്, എങ്കിൽ അവിടെ എനിക്ക് എത്ര രൂപ 20 രൂപ എനിക്ക് എന്താണ് എൻ്റെ കയ്യിൽ നിന്നാവുകയാണ് ചെയ്യുന്നത്. ഞാൻ 100 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് 80 രൂപയ്ക്ക് വിറ്റാൽ എനിക്ക് 80 രൂപ കിട്ടും. പക്ഷെ ഞാൻ ആദ്യം അവിടെ എത്ര രൂപ മുടക്കി? 100 രൂപ മുടക്കി. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് എത്ര രൂപയായി? 20 രൂപ എൻ്റെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ 20 രൂപ അവിടെ എനിക്ക് എന്ത് വരും? നഷ്ടം വരും. അതാണ് നഷ്ടം. ഞാൻ ഈ സാധനം 100 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് 150 രൂപയ്ക്കാണ് വിൽക്കണമെങ്കിൽ എനിക്ക് എന്തവിടെ വരും? എനിക്കവിടെ 50 രൂപ പ്രോഫിറ്റ് വരും, ലാഭം വരും. അപ്പോൾ ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഈ ലോസ് എപ്പോഴാണ് വരുന്നതെന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു സാധനം വാങ്ങിച്ചൊരു കടയിൽ കൊണ്ട് വയ്ക്കുവാണ്, ഞാനിത് വലിയ ലാഭത്തിന് വിൽക്കാമെന്നും പറഞ്ഞ് ഒരു 110 രൂപ, ഒരു 60 രൂപയ്ക്ക് വാങ്ങിച്ച സാധനം ഞാൻ ഒരു 110 ഇട്ട് എൻ്റെ കടയിൽ വെക്കുന്നു. അപ്പോൾ ആരും വന്ന് വാങ്ങിച്ചില്ല. അപ്പോൾ ഞാൻ പയ്യെ അത് 120 100 ആരും വന്ന് വാങ്ങിക്കില്ല. ഞാൻ അപ്പോൾ അതിനെ 60 അപ്പോഴും വാങ്ങിച്ചില്ല. അപ്പോൾ ഇനി കുറേ ദിവസം കൂടെ എൻ്റെ കടയിൽ തന്നെ ഈ സാധനം ഇരുന്നാൽ എനിക്ക് എന്ത് ചെയ്യും? എൻ്റെ നിന്ന് ആ ഞാൻ 60 രൂപയ്ക്കല്ലേ വാങ്ങിച്ചത്, അപ്പോൾ എനിക്ക് എന്ത് ചെയ്യും? 60 രൂപയെ എൻ്റെ കയ്യിൽ നിന്ന് എന്താവും? നഷ്ടമാവും. മനസ്സിലായോ? ഞാനാണെങ്കിൽ ഈ സാധനം 60 രൂപ കൊടുത്തായിരിക്കും ഈ സാധനം വാങ്ങിച്ചത്. അപ്പോൾ ഞാനാണെങ്കിൽ ഇത് വിൽക്കാതെ എൻ്റെ കടയിൽ തന്നെ ഇരിക്കുകയാണ് 2 മാസമായിട്ട്. ഇനി ഇതിരുന്നാൽ ഞാൻ ആദ്യം മുടക്കിയ കോസ്റ്റ് പ്രൈസ് തന്നെ എനിക്ക് എന്താവും? നഷ്ടമായിട്ട് പോകും. അപ്പോൾ ഞാൻ എൻ്റെ നഷ്ടം കുറയ്ക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും? അതിനെ കോസ്റ്റ് പ്രൈസിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കും. കോസ്റ്റ് പ്രൈസിനേക്കാളും കുറഞ്ഞ വിലയ്ക്കായിരിക്കും വിൽക്കുന്നത്. അപ്പം കോസ്റ്റ് പ്രൈസിനേക്കാളും കുറഞ്ഞ വിലയ്ക്ക് സെല്ലിംഗ് പ്രൈസ് ആവുമ്പോൾ നമുക്കവിടെ എന്ത് കിട്ടും? ലോസ് കിട്ടും. കോസ്റ്റ് പ്രൈസിനേക്കാളും ചെറിയ വിലയ്ക്ക് സെല്ലിംഗ് പ്രൈസ് ആകുമ്പോൾ നമുക്കവിടെ എന്ത് കിട്ടും? ലോസ് കിട്ടും. അതേപോലെ സെല്ലിംഗ് പ്രൈസ് കോസ്റ്റ് പ്രൈസിനേക്കാളും വലുതാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ഇതാണ് ഇതിലറിയാനുള്ളത്. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത്, നമുക്ക് അടുത്തതിലെ കുറച്ച് കണക്ക് നോക്കാം. ആദ്യം തന്നെ കോസ്റ്റ് ഓഫ് എ ഫ്ലവർ വേസ് ഈസ് 120. അപ്പം ഒരു ഫ്ലവർ വേസിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 120. അപ്പോൾ കോസ്റ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു എത്രയെന്ന് എഴുതാം? 120. ഇവിടെ യൂണിറ്റ് വേണം, അപ്പോൾ നമുക്ക് യൂണിറ്റും കൂടെ ആദ്യമേ എഴുതി തന്നെ പഠിക്കാം. റുപ്പീസ് 120. ഇനി അടുത്ത് പറയാണ്, ഇഫ് ദ ഷോപ്പ് കീപ്പർ സെൽ ഇറ്റ് അറ്റ് എ ലോസ് ഓഫ് 10%. ഷോപ്പ് കീപ്പർ എന്ത് ചെയ്യാണ്? 10% ലോസിലാണ് അത് വിൽക്കുന്നത്. അപ്പോൾ അവിടുത്തെ ലോസ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട് 10% എന്ന്. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് പഠിച്ചു? ഒരു ലോസ് പെർസെൻറ്റേജ് കണ്ടു. നമുക്ക് അതിൻ്റെ കാര്യം കൂടെ നോക്കിയിട്ട് പോവാം. ഈ പ്രോഫിറ്റും ലോസും ഒക്കെ ആയി, നമുക്ക് പ്രോഫിറ്റ് എന്താണ്, ലോസ് എന്താണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് എന്ത് വേണം? പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ്, എത്ര പെർസെൻറ്റേജ് ആണ് എനിക്ക് പ്രോഫിറ്റ് വന്നതെന്ന് കണ്ടുപിടിക്കണം. അപ്പം അത് കണ്ടുപിടിക്കാൻ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈക്വൽ ടു പ്രോഫിറ്റ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 ആണ്. അതായത് പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ഇതേ സാധനമാണ് നമ്മൾ കുറച്ച് മുമ്പേ പഠിച്ചത്. നമ്മളത് ഈ ഇക്വേഷനിൽ പഠിച്ചത്. ഈ ഇക്വേഷനിൽ എന്താ പഠിച്ചത്? എമൗണ്ട് ഓഫ് ചേഞ്ച്. നമ്മളിവിടെ പ്രോഫിറ്റ് ഇൻക്രീസ് എന്ന്, പെർസെൻറ്റേജ് ഇൻക്രീസ് അല്ലേ പറഞ്ഞാൽ. പെർസെൻറ്റേജ് ഇൻക്രീസ് എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് എന്തെന്നും പറയാം? പ്രോഫിറ്റ് എന്നും പറയാം. അപ്പോൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ ചേഞ്ച് ഇൻ എമൗണ്ട് ഇവിടെ എന്തൊക്കെ എമൗണ്ടാണ് ഉള്ളതായിരുന്നു? നമുക്ക് കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ചേഞ്ച് ഇൻ എമൗണ്ട് പ്രോഫിറ്റ് ആകുമ്പോൾ എന്തായിരിക്കും? ഞാൻ പറഞ്ഞു, സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ആയിരിക്കും. ഒറിജിനൽ എമൗണ്ട് എന്താണ്? കോസ്റ്റ് പ്രൈസ് ആണ്. ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് പെർസെൻറ്റേജ് കിട്ടും. അതേപോലെ ഇവിടെ ഇപ്പോൾ ലോസ് ആണ് വരുന്നതെങ്കിൽ എന്ത് വരും?
ചേഞ്ച് ഇൻ എമൗണ്ട് കണ്ടുപിടിക്കാൻ കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ചെയ്താൽ മതി. കോസ്റ്റ് പ്രൈസ്. അപ്പോൾ എനിക്കിവിടെ പ്രോഫിറ്റിൻ്റെ സ്ഥാനത്ത് ലോസ് ആണെങ്കിൽ എനിക്ക് എന്താണ് ലോസ് പെർസെൻറ്റേജ് ആണ് കിട്ടുന്നത്. ഇപ്പോൾ ലോസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ചേഞ്ച് ഇൻ എമൗണ്ട്. ചേഞ്ച് ഇൻ ലോസ് ആകുമ്പോൾ നമുക്ക് അവിടെ എന്തായിരിക്കും കൂടുതൽ? കോസ്റ്റ് പ്രൈസ് ആയിരിക്കും കൂടുതൽ. അപ്പോൾ കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ആയിരിക്കും ചേഞ്ച് ഇൻ എമൗണ്ട്. ബൈ ഒറിജിനൽ എമൗണ്ട് അവിടെ എന്ത് തന്നെയായിരിക്കും? കോസ്റ്റ് പ്രൈസ് തന്നെയായിരിക്കും. ഇൻറ്റു 100 ചെയ്താൽ മതി. ആവും നമുക്ക് കോസ്റ്റ് പ്രൈസിൻ്റെ ആൻസർ കിട്ടും. അപ്പം നമുക്ക് അതൊരു ഫോർമുലയായിട്ട് എഴുതി പഠിക്കാം. എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ബൈ സി പി. പ്രോഫിറ്റ് എന്താണ്? എസ് പി മൈനസ് സി പി ആണ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് പെർസെൻറ്റേജും കിട്ടും. ലോസ് പെർസെൻറ്റേജ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ലോസ് ബൈ സി പി ഇൻറ്റു 100 ചെയ്താൽ മതി. നമ്മളവിടെ ചേഞ്ച് ഇൻ പെർസെൻറ്റേജിൻ്റെ അതേ ഫോർമുല തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മളൊരു സാധനം വിൽക്കുന്നതും വാങ്ങിക്കുന്നതും സെല്ല് ചെയ്യണതും ബൈ ചെയ്യണതിൻ്റെയും കേസ് ആകുമ്പോൾ പ്രോഫിറ്റും ലോസും കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും എന്നൊക്കെ പറയുന്ന കുറച്ച് ടേം കൂടെ വരും. ബേസിക്കലി നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. അപ്പം ഈ ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ ചെയ്യാമെന്നാണ് നോക്കിക്കൊണ്ടിരുന്നത്. ലോസ് എന്ത് കിട്ടി? ലോസ് പെർസെൻറ്റേജ് 10% എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് രണ്ട് രീതിക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത് സെല്ലിംഗ് പ്രൈസ് ആണ്. രണ്ട് രീതിക്ക് ചെയ്യാം. ഒന്ന്, നമ്മൾക്കറിയാം ഈ ലോസ് പെർസെൻറ്റേജിൻ്റെ ഫോർമുല എന്താണെന്ന് അറിയാം. ലോസ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തെന്ന് കിട്ടുന്നത്? നമ്മളെ ലോസ് പെർസെൻറ്റേജ് എന്ന് കിട്ടുന്നത്. അപ്പം നമുക്കിവിടെ ലോസ് എത്രയാണെന്ന് അറിയാം. നമുക്ക് ലോസ് എത്രയാണെന്ന് അറിയാം. എത്ര? 10% ആണെന്ന് അറിയാം. ലോസ് 10% ഈക്വൽ ടു എത്രയാണ്? ലോസ് എത്രയാണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ ലോസിൻ്റെ ഫോർമുല നമുക്കറിയാം. സി പി മൈനസ് എസ് പി എന്നറിയാം. അപ്പം അത് ഞാൻ കൊടുത്തു. ബൈ സി പി ഞാനവിടെ സി പി തന്നെ എഴുതി ഇൻറ്റു 100 എന്ന് കൊടുത്തു. ഇത്രയും എടുത്തു. ഇനി നമുക്ക് അടുത്ത് എന്ത് ചെയ്യാം? ഈ 10 ഈക്വൽ ടു അവിടെ അതേപോലെ കിടക്കട്ടെ. സി പിയുടെ വാല്യൂ അറിയാം എത്രയെന്ന്? 120 എന്നറിയാം. മൈനസ് എസ് പിയുടെ വാല്യൂ പറഞ്ഞോണ്ട് അതല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടേ? അപ്പോൾ എസ് പി തന്നെ കിട്ടും. ബൈ എന്ത് വരും? സി പിയുടെ വാല്യൂ എത്രയാണ്? 120. അപ്പോൾ അവിടെ എന്ത് കൊടുക്കാം? 120 എന്ന് കൊടുക്കാം. ഇൻറ്റു എന്ത് ചെയ്യണം? 100 മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ 120 മൈനസ് എസ് പി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആദ്യം. അപ്പോൾ 120 മൈനസ് എസ് പി അവിടെ തന്നെ ഇട്ടാൽ നമുക്ക് ഇതിന് ഇവിടെ തന്നെ ഇട്ടാൽ ഇത് ഇപ്പുറത്ത് പോകില്ലേ? അപ്പം എന്താവും? 10 ഇൻറ്റു 120 എന്ന് വരും. ബൈ എന്ത് വരും? ഈ 100 വരും. ബൈ 100 വരും. ഇവിടുത്തെ ഈ പൂജ്യം എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്ത് ഇവിടുത്തെ 2 പൂജ്യം താഴത്തെ 2 പൂജ്യം നമ്മൾ ക്യാൻസൽ ചെയ്ത് പോയാൽ നമുക്ക് ഈക്വൽ ടു എത്ര കിട്ടും? 12 വന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമുക്കിവിടെ കിട്ടിയതെന്ന് പറഞ്ഞാൽ 120 മൈനസ് എസ് പി ഈക്വൽ ടു 12 എന്ന് കിട്ടി. അപ്പോൾ അവിടെ നിന്ന് എസ് പിയുടെ വാല്യൂ എത്രയായിരിക്കും കിട്ടുന്നത്? എസ് പി ഇവിടെ മൈനസ് അല്ലേ, അതുകൊണ്ട് എസ് പി അപ്പുറത്ത് കൊണ്ടുപോകാം. ഈക്വൽ ടു ഇവിടെ കൊണ്ട്, അല്ലെങ്കിൽ അതൊന്നും കൂടെ എഴുതിയിട്ട് അപ്പുറത്ത് കൊണ്ടുപോകാം. ഇവിടെ എന്ത് വരും? 120 മൈനസ് എസ് പി ഈക്വൽ ടു 12 എന്ന് നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. അതൊന്നും കൂടെ എടുത്ത് എഴുതി. ഇവിടെ നിന്ന് ഞാൻ ഈ എസ് പി ആണ് കണ്ടുപിടിക്കാൻ വേണ്ടത്. അതിന് ഞാൻ ആദ്യം എസ് പി ഇപ്പുറത്തോട്ട് കൊണ്ടുപോവാണ്, 12 ഇപ്പുറത്തോട്ട് കൊണ്ടുവരുവാണ്. അപ്പോൾ എസ് പി അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ അവിടെ എന്താവും? എസ് പി പ്ലസ് ആവും. ഈക്വൽ ടു ഇവിടെ എന്തുണ്ട്? 120 ഉണ്ട്. ഈ 12 ഇപ്പുറത്തോട്ട് വരുമ്പോൾ അതെന്താവും? മൈനസ് 12 എന്താവും. അപ്പോൾ 120 എന്ത് ചെയ്താൽ മതി? 12 മൈനസ് ചെയ്താൽ മതി. നമുക്ക് എത്രയെന്ന് കിട്ടും? 108 എന്ന് കിട്ടും മൈനസ് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മളെ കോസ്റ്റ് സെല്ലിംഗ് പ്രൈസ് എത്രയെന്ന് കിട്ടി? 108 എന്ന് കിട്ടി. ഇതാണ് ഒരു മെത്തേഡ്. ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ് ഈ മെത്തേഡ്. ഇത് അല്ലാതെ നമുക്ക് ഒരു മെത്തേഡും കൂടെ പഠിക്കാം. അത് കുറേ കൂടെ എളുപ്പമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം.
അതിൽ നമുക്ക് കുറെ കൂടെ പെട്ടെന്ന് ആൻസർ കിട്ടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നമുക്ക് അപ്പോൾ ആ ക്വസ്റ്റ്യൻ ആ മെത്തേഡും കൂടെ പഠിക്കാം. അതിൽ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. അപ്പോൾ ആ മെത്തേഡായിരിക്കും നിങ്ങൾക്ക് സ്കൂളിലും പഠിപ്പിക്കണമെന്നാണ് തോന്നുന്നത്. നമുക്ക് ആ മെത്തേഡിലോട്ട് പോവാം. അത് ചിലപ്പോൾ 2 മെത്തേഡ് നിങ്ങളെ സ്കൂളിൽ പഠിപ്പിക്കും. അപ്പോൾ ഈ മെത്തേഡിൽ നമുക്ക് ആദ്യം തന്നേക്കണത് എഴുതാം. കോസ്റ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു ₹120 ആണ് പ്രോഫിറ്റ്. എത്രയാണ് പ്രോഫിറ്റ്? ഈക്വൽ ടു പ്രോഫിറ്റ് അല്ലല്ലോ, ലോസ് അല്ലേ, സോറി, ലോസ് ഈക്വൽ ടു 10%. ഇത്രയും നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം ഇതൊന്നും നോക്കുന്നില്ല. നമ്മളത് ഇവിടെ ഇങ്ങോട്ട് അതിനെ മാറ്റി, അല്ലേ വേണ്ട, അതിൻ്റെ താഴെ തന്നെ അങ്ങ് എഴുതാം. അപ്പം നമ്മൾ ഇതാദ്യം നോക്കുന്നില്ല. ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ട് അത് നോക്കുന്നില്ല. നമുക്ക് ഇവിടെ എന്തറിഞ്ഞാൽ മതി? ലോസ് പെർസെൻറ്റേജ് ആണോ തന്നേക്കണേന്ന് നോക്കുക. പെർസെൻറ്റേജ് ആണെങ്കിൽ മാത്രമേ ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് കാര്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ ലോസിൻ്റെ വാല്യൂ എന്തിലാണ്? പെർസെൻറ്റേജിലാണ് തന്നേക്കണേ. അപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന മെത്തേഡാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അതിനാദ്യം നമ്മൾ എന്ത് ചെയ്യുക? കോസ്റ്റ് പ്രൈസ് എത്രയാണെന്ന് എഴുതാം. പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്, പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും, പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എത്രയാ, SP എത്രയാ, ഇത് ഇത്രയും അല്ലേ നമുക്ക് കണ്ടുപിടിക്കാനുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ ഈ വാല്യൂ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നില്ല, അതൊന്നും കൺസിഡർ ചെയ്യണില്ല. ഞാൻ എന്തെടുക്കാൻ പോവാണ്? ഒരു 100 ആണ് കോസ്റ്റ് പ്രൈസ് എന്ന് എടുക്കാൻ പോവാണ്. കോസ്റ്റ് പ്രൈസ് ഈക്വൽ ടു 100 എന്ന് എടുക്കുകയാണ്. കാരണം ഇവിടെ കോസ്റ്റ് പ്രൈസ് തന്നിട്ടുണ്ടല്ലോ. എല്ലാ ക്വസ്റ്റ്യനിലും നമ്മൾ ഇപ്പോൾ സെല്ലിംഗ് പ്രൈസ് ആണ് തന്നേക്കണമെങ്കിൽ നമ്മൾ എന്ത് തന്നെ എടുക്കുകയുള്ളൂ? ഈ മെത്തേഡ് എടുക്കുമ്പോൾ ആദ്യം കോസ്റ്റ് പ്രൈസ് എത്രയാണെന്ന് അസ്യൂം ചെയ്യും, 100 ആണെന്ന് അസ്യൂം ചെയ്യും. നമ്മൾ 100 ആണെന്ന് അസ്യൂം ചെയ്താൽ ഇവിടെ കോസ്റ്റ് പ്രൈസ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, 120 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ നമുക്ക് കൺഫ്യൂഷൻ ആവുമായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? 100x എന്ന് കൊടുത്തു. അപ്പോൾ കോസ്റ്റ് പ്രൈസ് എത്രയെന്ന് കൊടുത്തു? 100x എന്ന് കൊടുത്തു. അപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് എന്താ? ലോസ് എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? 10%. ഈ 10%ൻ്റെ അർത്ഥം എന്താ? ഈ 10% കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോസ്റ്റ് പ്രൈസിൻ്റെ 10% ആണ് നമുക്കിവിടെ ലോസ് വന്നത്. അപ്പോൾ നമുക്കിവിടെ എന്താ ലോസ് ആണ്? കോസ്റ്റ് പ്രൈസിൻ്റെ 10%. അപ്പോൾ അത് കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 10/100 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് പ്രൈസിൻ്റെ 10% കിട്ടും. ഇവിടെ കോസ്റ്റ് പ്രൈസ് നമുക്ക് എത്രയായിട്ട് അസ്യൂം ചെയ്തു? 100x ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? കോസ്റ്റ് പ്രൈസിനെ അസ്യൂം ചെയ്തു. അപ്പോൾ നമുക്കിവിടെ ഈ 100ഉം ക്യാൻസലായി പോവും. x ഇൻറ്റു 10 എന്ന് വരും. എത്ര കിട്ടും? 10x എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ലോസ് എത്ര കിട്ടി? 10x എന്ന് കിട്ടി. നമുക്ക് കോസ്റ്റ് പ്രൈസ് 100x എന്ന് കിട്ടി, ലോസ് 10x എന്ന് കിട്ടി. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കും? 100x മൈനസ് 10 ആയിരിക്കില്ലേ? ലോസാണ് 10 എന്ന് കിട്ടിയ. അപ്പം എത്രയായിരിക്കും? 100x മൈനസ് 10x ഈസ് ഈക്വൽ ടു 90x എന്ന് കിട്ടും. ഇത്രയാണ് നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇവിടെ പ്രോഫിറ്റ് ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ഇത് രണ്ടും കൂടെ കൂട്ടിയേനെ. 100 + 10 കിട്ടിയേനെ, 110 എന്ന് കിട്ടിയേനെ. ലോസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? കോസ്റ്റ് പ്രൈസിൽ നിന്ന് ലോസ് കുറച്ചു. അപ്പോൾ ഇത്രയാണ് നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതിലെ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ എന്താ തന്നേക്കണേ? 120 ആണ് തന്നേക്കണേ എന്തായിട്ട്? കോസ്റ്റ് പ്രൈസ് ആയിട്ട്. അപ്പോൾ ഈ 100xന് പകരം ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് എത്രയാണ്? 120 ആണ്. അപ്പോൾ 100xന് പകരം ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് 120 ആണ്. അപ്പോൾ ഞാനിവിടെ എന്തായിട്ട് അസ്യൂം ചെയ്യും? 100x ഈക്വൽ ടു 120 ആണെന്ന് അസ്യൂം അല്ല, ഇങ്ങനെയാണ് ചെയ്യുന്നത്. 100x ഈക്വൽ ടു 120. 100xന് ഈക്വൽ ആണ് 120. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയോ വരുമ്പം ഈ 100x എന്തായി മാറും? 120 ആയി മാറും. അതെത്രയെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. ആ എക്സിൻ്റെ വാല്യൂ കിട്ടിയാൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്താൽ മതി? അതിനെ 90 മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മൾ ആ സെല്ലിംഗ് പ്രൈസ് ആയില്ലേ? അപ്പോൾ അത് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒന്ന് മാറ്റുകയാണ് ഇത്രയും. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ നെക്സ്റ്റ് എത്രയെന്ന് കിട്ടും? എക്സ് ഈക്വൽ ടു 120. ഈ 100 ഇപ്പുറത്ത് പോകുമ്പോൾ എന്താവും? ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു, ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? മാറും, ഡിവിഷനായി മാറും. 120 ഡിവൈഡ് ബൈ 100 എന്ന് വരും. ഫസ്റ്റ് 2 0 ക്യാൻസലായി. നമുക്കിവിടെ എന്ത് കിട്ടി? ഒരു ഫ്രാക്ഷനാണ് കിട്ടിയത്, 12/10.
ഞാനപ്പോൾ അതിനെ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ഡയറക്റ്റ് എടുത്ത് x എന്ന് പറയുമ്പോൾ എന്ത് വരും? 90 ഇൻറ്റു എക്സിൻ്റെ വാല്യൂ 12/10 എന്ന് വരും. ഇവിടെ ഈ 10ഉം ഈ 10ൻ്റെ പൂജ്യവും ഈ 90യുടെ പൂജ്യവും മുമ്പ് ക്യാൻസലായി പോയാൽ 9 ഇൻറ്റു 12 എന്ന് കിട്ടും. അപ്പോൾ 9 ഇൻറ്റു 12ൻ്റെ വാല്യൂ നമുക്ക് വേണം. അത് കണ്ടുപിടിക്കാൻ നമുക്ക് 12 ഇൻറ്റു 10 എത്രയാണെന്ന് അറിയാം, 120 ആണെന്ന് അറിയാം. 12 ഇൻറ്റു 9 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 12 120 മൈനസ് എന്ത് ചെയ്താൽ മതി? 12 ചെയ്താൽ പോയി. അപ്പോൾ എന്തെന്ന് കിട്ടും? 108 എന്ന് കിട്ടും. അപ്പോൾ 9 ഇൻറ്റു 12 എന്ന് പറഞ്ഞാൽ എത്രയെന്ന് കിട്ടും? 108 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് സെല്ലിംഗ് പ്രൈസ് എത്രയെന്ന് കിട്ടും? സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു റുപ്പീസ് റുപ്പീസ് 108 എന്നായിരിക്കും ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ നമ്മൾ 2 രീതിയിൽ ഇത് ചെയ്ത് പഠിച്ചു. 2 രീതിയിൽ ചെയ്തപ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടി? 108 എന്ന് തന്നെ കിട്ടി. കുറേ കൂടെ എളുപ്പമുള്ള മെത്തേഡ് ഇതായതുകൊണ്ട് ഇതിൽ ചെയ്യണതായിരിക്കും നല്ലത്. നമുക്കിനി ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ അത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കാർ ടോയ് ഉണ്ട്. ആ കാർ ടോയുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 540 ആണ്. കാർ ടോയുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 540 റുപ്പീസ് ആണ്. ഞങ്ങൾ റുപ്പീസ് ഇപ്പോൾ എഴുതുന്നില്ല. ഇനി അവിടുത്തെ പ്രോഫിറ്റ് എത്രയാണ്? പ്രോഫിറ്റ് എത്രയും തന്നിട്ടുണ്ട്? 20% ആണ് അവിടുത്തെ പ്രോഫിറ്റ് എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് 2 വഴി തന്നെ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ വഴി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? ഇവിടെ എന്താ കണ്ടുപിടിക്കാനുള്ള? കോസ്റ്റ് പ്രൈസ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. അതിന് നമുക്ക് അറിയാവുന്ന വഴി പ്രോഫിറ്റ് പെർസെൻറ്റേജിൻ്റെ വഴിയാണ്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 ഈക്വൽ ടു പ്രോഫിറ്റിന് എങ്ങനെ എഴുതാം? സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 എന്ന് എഴുതാം. അപ്പോൾ ഇതിൽ ഓരോ വാല്യൂ ഇട്ട് കൊടുക്കണ്ടേ? അപ്പോൾ എങ്ങനെ വരും? സെല്ലിംഗ് പ്രൈസിൻ്റെ സ്ഥാനത്ത് എത്ര വരും? സെല്ലിംഗ് പ്രൈസിൻ്റെ സ്ഥാനത്ത് 540 വരും. മൈനസ് കോസ്റ്റ് പ്രൈസ് എത്രയാണെന്ന് അറിയത്തില്ല, ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 എന്ന് വരും. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയും തന്നിട്ടുണ്ട്. എത്രയെന്ന് തന്നെങ്ങനെ? 20% എന്നാണ് തന്നെങ്ങനെ. അപ്പോൾ ഇവിടെ 20 ചെയ്താൽ ഞാൻ ഇനി എന്ത് ചെയ്യാൻ പോവാണ്? ഈ കോസ്റ്റ് പ്രൈസിനെയും കൂടെ അപ്പുറത്ത് കൊണ്ടുപോകാൻ പോവാണ്. അപ്പോൾ അത് സിംപ്ലൈസ് ഈ 20 കോസ്റ്റ് പ്രൈസ് അപ്പുറത്ത് പോകുമ്പോൾ ഇവിടെ ഡിവൈഡ് ആയി കിടക്കുന്നത് അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പോൾ 20 ഇൻറ്റു കോസ്റ്റ് പ്രൈസ് എത്രയെന്ന് കിട്ടും? 20 CP എന്ന് കിട്ടും. ഈക്വൽ ടു എത്രയെന്ന് കിട്ടും? ഈക്വൽ ടു എത്രയെന്ന്? 540 മൈനസ് കോസ്റ്റ് പ്രൈസ്. 540യിൽ നിന്ന് എന്ത് ചെയ്യുക? കോസ്റ്റ് പ്രൈസ് മൈനസ് ചെയ്യുക ഇൻറ്റു 100. ഇവിടുത്തെ ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് എന്ത് ചെയ്യും? അപ്പുറത്ത് പോയി. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയത്. ഇനി 100 എന്ത് ചെയ്യണം? അകത്തോട്ട് 2ലും മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? 20 CP ഈക്വൽ ടു 540 ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ ഒരു 100 കൂടെ മൾട്ടിപ്ലൈ ആകുമ്പോൾ 2 0 കൂടെ വരും. മൈനസ് എന്താ വരും? 100 CP എന്നായിരിക്കും പറഞ്ഞത്. ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് എന്താ കണ്ടുപിടിക്കേണ്ടത്? CP ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ CP എല്ലാം കൂടെ ഒരിടത്ത് കൊണ്ടുപോകാം. വിച്ച് ഇംപ്ലൈസ് ഈ CP ഇവിടെ -CP -100 CP ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്താവും? പ്ലസ് ആവും. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 120 CP എന്ന് കിട്ടും. ഈ 100 CP അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് ആവും. അപ്പോൾ 100 CP പ്ലസ് 20 CP എത്ര കിട്ടും? 120 CP എന്ന് കിട്ടും. ഇതിൻ്റെ യൂണിറ്റ് 2 CP ആയതുകൊണ്ട് 2 കൂടെ ആഡ് ചെയ്യാൻ പറ്റും. 120 CP ഈക്വൽ ടു എത്രയെന്ന് കിട്ടും? 120 CP ഈക്വൽ ടു 54000 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് എന്താണ് വേണ്ടത്? കോസ്റ്റ് പ്രൈസ് ആണ് വേണ്ടത്. അപ്പോൾ CP ഈക്വൽ ടു 54000 ഡിവൈഡഡ് ബൈ 120 എന്ന് വരും. ഒരു 0 ക്യാൻസലായി പോവും. 0 ഡിവൈഡഡ് ബൈ 12 ഉണ്ട്. അപ്പോൾ ഇനി ഈ 12 വെച്ച് ഇതിനെ ഡിവൈഡ് ചെയ്യാം. ചെയ്യുമ്പോൾ എത്ര പ്രാവശ്യം പോവും? 4 പ്രാവശ്യം പോവും. 48 എന്ന് കിട്ടും. 48ൽ ബാക്കി എത്ര വരും? 48 6 വരും. അപ്പോൾ എത്ര കിട്ടി? 60. 12ൽ 60 എത്ര പ്രാവശ്യം പോവും? 5 പ്രാവശ്യം പോവും. അപ്പോൾ ക്യാൻസലായി പോവും. ബാക്കി എത്രയുണ്ട്? ഒരു 0 കൂടെ. അപ്പോൾ നമുക്ക് ഇതിൽ ചെയ്യുമ്പോൾ ആൻസർ എത്രയെന്ന് കിട്ടി? 450 എന്ന് കിട്ടി. കോസ്റ്റ് പ്രൈസ് ഈക്വൽ ടു റുപ്പീസ്
450 എന്ന് കിട്ടി. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ആദ്യം പഠിച്ച മെത്തേഡാണ്. അപ്പം അതിലും കൂടെ ഒന്ന് ചെയ്തു നോക്കാം. അപ്പോൾ അതിൽ ചെയ്യാനായിട്ട് ഞാൻ ബോർഡൊന്നും കൂടെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് ആ ഫോർമുല ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ തന്നെ വേണം? ഈ സെല്ലിംഗ് പ്രൈസ് എത്രയെന്ന് അറിയണം. സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു 540 തന്നെയാണ്. ഇനി അതേപോലെ നമ്മുടെ പ്രോഫിറ്റ് ഇവിടെ എത്രയാണ്? പ്രോഫിറ്റ് ഈക്വൽ ടു 20% ആണ്. ഇനി നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത് കോസ്റ്റ് പ്രൈസ് ആണ്. അപ്പോൾ ഇത്രയും ഞാൻ ആദ്യം എടുത്ത് എഴുതി. ഇനി ഇതൊന്നും നമ്മൾ നോക്കുന്നില്ല. കോസ്റ്റ് പ്രൈസ്, പ്രോഫിറ്റ്, സെല്ലിംഗ് പ്രൈസ് എന്ന് എഴുതി. ആദ്യം തന്നെ എന്ത് ചെയ്യാൻ പോണ്? കോസ്റ്റ് പ്രൈസ് എത്രയായിട്ട് അസ്യൂം ചെയ്യാൻ പോണ്? 100x ആയിട്ട് അസ്യൂം ചെയ്യാൻ പോവാണ്. ഇത് 100x ആണെങ്കിൽ പ്രോഫിറ്റ് അപ്പോൾ എത്രയായിരിക്കും? 20x ആയിരിക്കും. അങ്ങനെ പറഞ്ഞ രീതിക്ക് വേണ്ടിയാണ് നമ്മളിവിടെ 100x നടത്തുക. ഇവിടെ ഇപ്പോൾ 1000x എന്നാണെങ്കിൽ 200x എന്ന് വന്നേനെ പ്രോഫിറ്റ്. അങ്ങനെ മാറി മാറി വരും. ഇതിൻ്റെ 20% ആണ്. അപ്പോൾ ഇതിൻ്റെ 20% എടുക്കുമ്പോൾ നമുക്ക് 20 തന്നെ കിട്ടും. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് ആയതുകൊണ്ട് തന്നെ കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സെല്ലിംഗ് പ്രൈസ് കിട്ടും. എത്ര കിട്ടി? 120x എന്ന് കിട്ടി. ഇനിയാണ് നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് നോക്കാൻ പോകണം. ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. ഇത് നമ്മളെടുത്ത്. ഇനി ഇതിൻ്റെ ആവശ്യമില്ല. ഇനി അടുത്ത് എന്താ തന്നിട്ടുള്ളത്? സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു 540 തന്നിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ സെല്ലിംഗ് പ്രൈസ് എത്രയെന്ന് കിട്ടി? 120x എന്ന് കിട്ടി. അപ്പോൾ ആ 120x അല്ലേ ക്വസ്റ്റ്യനിൽ എത്രയായിട്ട് തന്നേക്കണേ? 540 ആയിട്ട് തന്നേക്കണത്. അപ്പോൾ നമുക്കതിന് എങ്ങനെ എഴുതാം? 120x ഈക്വൽ ടു 540 എന്ന് എഴുതാം. അപ്പോൾ അവിടെ നിന്ന് x ഈക്വൽ ടു എത്രയെന്ന് എഴുതാം? 540 ഡിവൈഡഡ് ബൈ 120 എന്ന് എഴുതി കൂടെ. അപ്പോൾ ഇവിടെ നിന്ന് 2 0 കട്ട് ചെയ്ത് കളഞ്ഞാൽ 54/12 എന്ന് കിട്ടും. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത്? 100x, അതായത് കോസ്റ്റ് പ്രൈസ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് ഈക്വൽ ടു എത്ര x ആണ്? 100x ആണ്. അപ്പോൾ നമുക്കത് എങ്ങനെ കണ്ടുപിടിക്കാം? 100 ഇൻറ്റു എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 54/12. 54/12. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. നമുക്ക് ഒന്നീ 12നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നമുക്കിപ്പോൾ അത് ചെയ്യേണ്ട. ഞാൻ 54നെ തന്നെ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. 54നെ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? നേരത്തെ പോലെ തന്നെ 4 ടൈംസ് എത്ര കിട്ടും? 48 കിട്ടും. ബാക്കി 6 ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ പോയിന്റ് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് അപ്പോൾ ഇവിടെ ഒരു 0 കൂടെ വരും. 60 എത്ര പ്രാവശ്യം? 5 ടൈംസ് 4.5 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 100 ഇൻറ്റു 4.5 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 100 ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്യാൻ എന്ത് ചെയ്താൽ ഡെസിമൽ ഒരു 10 ആണെങ്കിൽ ഒരു സാധനം മാറി ഇങ്ങോട്ട് പോകും. 100 ആണെങ്കിൽ വീണ്ടും ഒരു സാധനം കൂടെ മാറും. അപ്പോൾ എന്ത് കിട്ടും? 450. അതായത് 4.5. ഈ പോയിന്റ് എന്ത് ചെയ്യും? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം ഇപ്പുറത്തോട്ട് പോകും. ആദ്യം ജസ്റ്റ് 5ൻ്റെ ഈ 5ൻ്റെ ഇവിടെ വരും. അടുത്ത് വീണ്ടും ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അടുത്ത് പോകും. അപ്പോൾ ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ എന്ത് കൊടുക്കും? 0 ഇട്ട് കൊടുക്കും. അങ്ങനെയാണ് 450 എന്ന് കിട്ടുന്നത്. ഇതൊക്കെ ആദ്യത്തെ ക്ലാസ് തന്നെ പറഞ്ഞതാണ്. അപ്പോൾ എന്ത് കിട്ടി? 450 എന്ന് കിട്ടി. നമ്മൾ നേരത്തെ ചെയ്തപ്പോഴും കോസ്റ്റ് പ്രൈസ് എന്തെന്ന് തന്നെ കിട്ടിയ 450 എന്ന് കിട്ടിയ. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം കോസ്റ്റ് പ്രൈസ് ഈക്വൽ ടു ₹450. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത പാർട്ടിൽ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിനെ കുറിച്ച് പഠിക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഓക്കെ.